27/5/2004 മൂടിക്കെട്ടി കിടന്നിരുന്ന ഒരു വൈകുന്നേരം. അന്നാണ് ഞാൻ ആദ്യമായി വീട്ടിലേക്ക് എത്തുന്നത്. ഞാൻ ആദ്യമായി ഗ്രാനിയെ കാണുമ്പോൾ എല്ലാവരും അവരെ ഗ്രാനി എന്നാണ് വിളിക്കാറുള്ളത്. ആദ്യമായി ഗ്രാനിയെ കാണുമ്പോൾ അവരൊരു പൂച്ചെടിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. പക്ഷേ ആ ചിരിയിൽ എനിക്കെന്തോ പന്തികേട് തോന്നി. കുറച്ചധികം വൃദ്ധരുടെ കൂടെ താമസിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആൾക്കാർ ജെന്യുവൻ അല്ലെങ്കിൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ റോണി, പോളേട്ടൻ പറഞ്ഞിട്ട് വന്നാ ഹോംനെസ്. മനസ്സിലായി. ഒരാഴ്ചയായി ഞാൻ തരിച്ചിവിടെ. 4-5 ദിവസത്തിൽ കൂടുതൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. വാ. ശരി. ശമ്പളം മാസാവസാനേ തരൂ, അതിന് മാറ്റമില്ല. ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഗ്രാനിക്ക് ഏകദേശം ഒരു 75 വയസ്സ് പ്രായം വരുമായിരിക്കും. ഒരു സഹായിയുടെ ആവശ്യമുള്ളതുപോലെ എനിക്ക് ആദ്യം മുതലേ തോന്നിയിട്ടില്ല. ഒറ്റപ്പെടൽ കൊണ്ടായിരിക്കും ഒരു ഹോം നഴ്സിനെ വയ്ക്കാൻ തീരുമാനിച്ചെന്നാണ് ഞാൻ അപ്പം കരുതിയിരുന്നത്. മുമ്പുണ്ടായിരുന്ന നേഴ്സാ. ഇവിടെ നിൽക്കാൻ തീരെ പറ്റിയില്ല അവനെ കൊണ്ട്. അവസാനം അവനങ്ങ് പേടിയായി. ഞാൻ പിന്നെ അങ്ങ് പറഞ്ഞയച്ചു. ചായ കുടിക്ക്. ഒരു TV വാങ്ങിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ എങ്ങനെയാ ഗ്രാനി സമയം പോകുന്നത്? ഞാൻ പുസ്തകം വായിക്കും. ഈ 2 മുറിയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചു. അങ്ങോട്ട് വരണ്ട, അതെൻ്റെ മുറിയാണ്. ചായ കുടിച്ചിട്ടേ ക്ഷീണമുണ്ടെങ്കിൽ പോയി കിടന്നു. എനിക്ക് ഒന്ന് മയങ്ങണം. വൈകുന്നേരം വിളിക്കാം. ശരി. ഇവിടെ 8 മണി മുതൽ പവർ കട്ടാ, 1 മണിക്കൂർ. അതുകൊണ്ട് ഇരുട്ടത്താ ഞാൻ ഭക്ഷണം കഴിക്കാറ്. എന്നെ വിളിക്കാത്ത എന്തേ? ഞാൻ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ കുളിക്കാൻ വെള്ളവും ചൂടാക്കി വെക്കായിരുന്നു. എൻ്റെ കുളി അത്താഴമൊക്കെ നേരത്തെ കഴിഞ്ഞു. കഴിക്കേ. അവരാ പറഞ്ഞത് കള്ളമായിരുന്നു. കുളി കഴിഞ്ഞവരുള്ള ലക്ഷണം അവർക്കില്ലായിരുന്നു. വൈകുന്നേരം ഇട്ടിരുന്ന നൈറ്റ് പോലും മാറിയിരുന്നില്ല. നാളെ മുതലേ ഞാൻ കുക്ക് ചെയ്തോളാം. എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. എന്താ, ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടമായില്ലേ? അയ്യോ, അങ്ങനെയല്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാലോ എന്ന് ഓർത്ത് പറഞ്ഞു. എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കോളാം.
ഗ്രാനിയുടെ ശരിക്കും പേരെന്താ? പള്ളിയിലോട്ടൊക്കെ പോവാറുണ്ടോ? ആ എന്നാൽ എൻ്റെ പേര് ഒരുപാട് തവണ കേട്ട് കാണും. ആ മേരി എന്നാണോ? ബൈബിളിൽ എനിക്കറിയാവുന്ന എല്ലാ പേരുകളും ഞാൻ പറഞ്ഞു. അതൊന്നും ആയിരുന്നില്ലെന്ന് പറഞ്ഞ് ഗ്രാനി തലയാട്ടി. പാത്രങ്ങൾ ഇപ്പം തന്നെ കഴുകി വെച്ചേക്ക്. ആ ഞാൻ നേരത്തെ കിടക്കും. എന്നെ രാത്രി വിളിച്ചെഴുന്നേൽപ്പിക്കരുത്. പട്ടികളെ ഇപ്പം തന്നെ അഴിച്ചുവിടും. അതുകൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങണ്ട. ആ പിന്നെ ജനലെപ്പോഴും അടച്ചിട്ടേക്ക്. കൊതുക് കയറിയാൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാവും. ആ പറഞ്ഞ ചെടിക്ക് വളമൊക്കെ ഇട്ടിട്ടുണ്ടേ. ഇനി തുണി വല്ല അലക്കാനുണ്ടോ? ഏയ്, നീ കോഴിക്ക് തീറ്റ കൊടുത്തേക്ക്. ആ ശരി. അതെ, ഇന്നലെ രാത്രി ഒരു 12:30 മണിയായപ്പം എന്തെങ്കിലും ശബ്ദം കേട്ടായിരുന്നു? നീ എന്തിനാ രാത്രി ഉണർന്നിരുന്നത്? അല്ല, മര്യാദയ്ക്ക് നേരത്തെ കിടന്നുറങ്ങിക്കൊള്ളണം. രാവിലെ എഴുന്നേക്കാൻ താമസിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. മനസ്സിലായോ?
പിന്നീട് 3-4 ദിവസത്തേക്ക് രാത്രി ശബ്ദങ്ങളൊന്നും കേട്ടിരുന്നില്ല. ഇടയ്ക്കോരോ കഥകളും പറഞ്ഞ് ചിരിക്കുന്നതൊഴിച്ചാൽ ഗ്രാനിയുടെ പെരുമാറ്റത്തിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ ഗ്രാനിയുടെ മുറിയിലും കയറി. പ്രതീക്ഷിച്ചതിലും വളരെ സാധാരണമായിരുന്നു ആ മുറി. പക്ഷേ ഗ്രാനിയുടെ രീതികളിൽ എന്തൊക്കെയോ തെറ്റിക്കിടക്കുന്ന പോലെ എനിക്ക് തോന്നി തുടങ്ങി. ഗ്രാനി കഴിക്കുന്നതായോ കുളിക്കാൻ പോകുന്നതായോ എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എപ്പോഴും ഒരേ വസ്ത്രമായിരുന്നു, ഒരു വയലറ്റ് കളർ നൈറ്റി. അതും കൊടുത്ത് ശബ്ദം ഉണ്ടാക്കാതെ പതിയെ നടക്കും. രാവിലെ അവർ പട്ടികളോടും പൂക്കളോടും സംസാരിക്കും. ഉച്ചയാകുമ്പോൾ ഭക്ഷണവും എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകും. ഞാൻ വൈകുന്നേരം ഒന്ന് മയങ്ങി എണീക്കുമ്പോഴേക്കും അവർ അത്താഴവുമായി എനിക്ക് വേണ്ടി കാത്തിരിക്കും. പക്ഷേ എല്ലാം എന്നെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ. ഉറക്കത്തിൻ്റെ പ്രശ്നം പതിയെ വീണ്ടും വന്നു തുടങ്ങി. ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ ഉടനെ ഇറങ്ങണം എന്നായിരുന്നു എനിക്ക്. വല്ലാത്തൊരു സ്ത്രീ. റോണി, ഉറങ്ങിയില്ലല്ലേ? ഞാൻ പോവാ. അതെന്തേ? എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല, അതന്നെ. എനിക്ക് പോണം. നീയും അപ്പൊ ബാക്കിയുള്ളവരെ പോലെ തന്നെ പോക്കോ. നിന്നെ ആരാടാ ഇവിടെ തടയുന്നേ? പക്ഷേ ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. ഞാനിവിടെ 5 ദിവസം പണിയെടുത്തല്ലേ, എനിക്ക് എൻ്റെ ശമ്പളം കിട്ടണം. അതിന് നീ ഇവിടെ എന്ത് പണിയാടാ ചെയ്തത് ശവമേ? അവന് കാശ് വേണം പോലും. 2 ആഴ്ച തികച്ചു നിൽക്കാതെ ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. പോടാ, കാശ് വേണം. ഹലോ പൊളേട്ടാ, ഞാനാ. പറഞ്ഞോണി. പൊളേട്ടാ, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്കിവിടെ നിന്ന് ഇറങ്ങണം. എന്ത് പറ്റി? ഇവർക്കെന്തോ പ്രശ്നമുണ്ട് പൊളേട്ടാ. എനിക്കൊട്ടും വയ്യ. ഇങ്ങനൊരു പരാതി ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. മുമ്പ് വന്നിട്ടുള്ള
നഴ്സുമാരൊക്കെ ഓക്കെ ഇല്ല ആയിരുന്നു. പോളേട്ട, ഇവരെന്നോട് പറഞ്ഞു ഇതിനു മുന്നേ ഇവിടെ നിന്നവരൊക്കെ പേടിച്ചിറങ്ങി പോയതാണെന്ന്. അത് ഒരു കേസ്, ബാക്കി എല്ലാരും ഓക്കെ ആയിരുന്നു. എനിക്ക് ഒട്ടും ഇവിടെ പറ്റത്തില്ല പോളേട്ടാ. എനിക്ക് വേറൊരു സ്ഥലം ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? ഇതിപ്പോ നീ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എങ്ങനെ? നീ എനിക്ക് ഒരാഴ്ച ടൈം താ, ഞാൻ എന്തായാലും ശരിയാക്കി. ഒരാഴ്ച നിന്ന് കഴിഞ്ഞാൽ അവര് അതിന്റെ ശമ്പളം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശരിയായല്ലോ. ഒരാഴ്ചയും കൂടെ നീ പിടിച്ചിരിക്കും, ശമ്പളവും കിട്ടും, ഒത്തിരി വീടും തരപ്പെടുന്ന. ആ ശരി, ഓക്കെ ഓക്കെ. പിന്നെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കേ റോണി. ആ ശരി പോളേട്ടാ. ശരി മോനെ. ഇന്നലെ രാത്രി പുറത്തെന്ത് ചെയ്യുമായിരുന്നു? ഇന്നലെ മഴ പെയ്യുമല്ലായിരുന്നു. റബ്ബർ ഷീറ്റ് പുരേ കൊണ്ടിടാൻ പോയതാ. ഓ, നീ ഇന്നലെ ഉറങ്ങിയില്ല അല്ലേ? ഞാൻ കണ്ടായിരുന്നു. എന്നെ വിളിച്ചൂടായിരുന്നോ? ഞാൻ വരുമായിരുന്നല്ലോ. പട്ടി അഴിച്ചു വിട്ടേക്കുമായിരുന്നു. എന്ത് തീരുമാനിച്ചു? ഞാൻ നിൽക്കാം. വാ, ഭക്ഷണം ഉണ്ടാക്കാം. നടക്ക. വീണ്ടും 4-5 ദിവസം കടന്നുപോയി. ഉറക്കം കിട്ടാൻ ഗുളിക കഴിക്കേണ്ട അവസ്ഥയായി. ഗ്രാനിയുടെ പെരുമാറ്റം നോർമലായിരുന്നു. ചിരിക്കാനും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാനും തുടങ്ങി. എൻ്റെയും പേടി കുറഞ്ഞു. ഗ്രാനി ഞാൻ വിചാരിച്ചത്രയും പ്രശ്നക്കാരിയല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങി. എന്നാലും 2 ആഴ്ച കഴിഞ്ഞ ഉടൻ ശമ്പളം വാങ്ങി ഇറങ്ങാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷെ അത് ഞാൻ ഗ്രാനിയോട് പറഞ്ഞില്ല. കുറച്ചുകൂടെ ദിവസം ഞാൻ കാണുമെന്നായിരുന്നു അവരുടെ വിചാരം. ഇന്ന് നേരത്തെ ഭക്ഷണം കഴിച്ചാണോ അല്ലേ? ഗ്രാൻഡിയുടെ സ്ഥലം ശരിക്കും എവിടെയാ? റോണി അങ്ങ് തെക്കുന്നല്ലേ വരുന്നേ. അതെങ്ങനെ അറിയാം? അതെല്ലാം എനിക്കറിയാം. അവിടെയുള്ള കുറേ വീടുകളിൽ ഞാൻ നിന്നിട്ടുണ്ടേ. ഇപ്പോൾ ജോലി കിട്ടാൻ നല്ല പാടാ, നല്ല കഷ്ടപ്പാടാ. കാശ് വയ്ക്കാനാണെങ്കിൽ അപ്പനും അമ്മയൊന്നുമില്ല. വളർന്നൊക്കെ ഓർഫനേജിലാ. അതും അറിയാം. ഓ, പോളേട്ടൻ പറഞ്ഞാണ് അല്ലേ? അത് പറഞ്ഞപ്പോഴാ. പുള്ളി പറഞ്ഞതിന് മുമ്പ് ഇവിടെ വേറെ ഹോം നഴ്സുമാർ നിന്നിട്ടുണ്ടെന്ന്. ആ, അവരെല്ലാം ഞാനങ്ങ് പറഞ്ഞയച്ചു. അവരെല്ലാവരും ഓക്കെ ആയിരുന്നു എന്നാണല്ലോ പോളേട്ടൻ പറഞ്ഞത്. പോളി അങ്ങനെ പറഞ്ഞു. പോളി എൻ്റെ സ്വന്തം ആളാ. കഴിക്ക്. ഇനി അധിക ദിവസം ഇല്ലല്ലോ. ഇനി എങ്ങനെയാ തിരിച്ചു പോവാൻ തീരുമാനിച്ചത്? നാളെ രാവിലെ 4:30 ഒരു ബസ് ഉണ്ടെന്ന് പോളേട്ടൻ പറഞ്ഞേ. അതിന് പോവാനാ. പോളി അങ്ങനെ പറഞ്ഞു. ആ, പോവാണല്ലേ? ഇത്രയും ദൂരമായതുകൊണ്ട് ഗ്രാനി. അടുത്തൊക്കെ ആണെങ്കിൽ ഞാൻ നിന്നേനെ. ഞാൻ പട്ടി അഴിച്ചു വിട്ടിട്ട് വരാം. കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകി വെച്ചേക്കേ. ആറ് 2004 സമയം രാത്രി 11:30. കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. എന്തോ ഒരു വല്ലായ്മ. ഇന്ന് രാവിലെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം എന്തോ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ
അവരുടെ മുഖത്ത് എന്തോ ഒരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. എന്താ ഡയറി എഴുതുക. ഈ ഇരുട്ടത്തോ? കിടക്ക കിടക്ക, ഞാൻ എൻ്റെ കഥ പറഞ്ഞു തരാം. കിടക്കറോണി. ഗ്രാനി, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. എന്തിനാ റോണി കള്ളം പറയുന്നേ? എന്നാ ശരി, നിനക്ക് ഞാൻ എനിക്കറിയാവുന്ന ഒരു കഥ പറഞ്ഞു തരാം. പണ്ട് ആഹേലമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് 7 മക്കളായിരുന്നു. ഭർത്താവും മഹാകുടിയനും. എന്നും റാഹേലമ്മയെ തല്ലും. അവർ വളരെ കഷ്ടപ്പെട്ടാണ് ആ 7 മക്കളെയും പോറ്റിയത്. അങ്ങനെ കുറേ വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം മൂത്ത മകന് പട്ടണത്തിലൊരു ജോലി കിട്ടി. അവിടെ തന്നെ ഒരു ബന്ധവുമായി. പക്ഷേ കല്യാണത്തിന് ഈ മകൻ അമ്മയെ ക്ഷണിച്ചില്ല. അപ്പോഴാണ് റാഹേലമ്മയ്ക്ക് മനസ്സിലായത്, മൂത്ത മകന് മാത്രമല്ല തൻ്റെ മക്കൾക്കാർക്കും തന്നെ ഒരു മതിപ്പുമില്ല. വിഷമം സഹിക്കാൻ വയ്യാതെ റാഹേലമ്മ ഒരു കയറ് കെട്ടി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് റാഹേലമ്മയുടെ മുമ്പിൽ ചെകുത്താൻ പ്രത്യക്ഷപ്പെട്ടു. ചെകുത്താൻ റാഹേലമ്മയോട് പറഞ്ഞു, ആൾക്കാർ റാഹേലമ്മയെ ബഹുമാനിക്കാനും ഭയക്കാനും ഞാൻ സഹായിക്കാമെന്ന്. പകരം റാഹേലമ്മയുടെ ഭർത്താവിനെയും മക്കളെ ചെകുത്താന് കൊടുക്കണമെന്ന് റാഹേലമ്മ സമ്മതിച്ചു. ചെകുത്താൻ അന്ന് രാത്രി തന്നെ റാഹേലമ്മയുടെ ഭർത്താവിനെ മൂത്ത 4 മക്കളെയും കൊന്നു തിന്നു. ഇളയ 3 കുഞ്ഞുങ്ങളും തീരെ ചെറുതായിരുന്നു. 4 വയസ്സും 3 വയസ്സും 4 മാസവും പ്രായം. ചെകുത്താൻ അവരെ കൊന്നില്ല. സ്വബോധം വന്ന റാഹേലമ്മ ചെകുത്താനോട് അവരെ കൊല്ലാത്തതിന് നന്ദി പറഞ്ഞു. പക്ഷേ റാഹേലമ്മയ്ക്ക് അറിയാത്തൊന്നുണ്ടായിരുന്നു. ചെകുത്താൻ തിന്നുന്നത് മാംസമല്ല, പേടിയായിരുന്നു. ആ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് ചെകുത്താൻ അവരെ കൊന്നു തിന്നാതിരുന്നത്. ചെകുത്താൻ പറഞ്ഞ വാക്ക് പാലിച്ചു. നാട്ടുകാർ റാഹേലമ്മയെ പേടിക്കാനും ബഹുമാനിക്കാനും തുടങ്ങി. പക്ഷേ ചെകുത്താൻ റാഹേലമ്മയെ വിട്ടുപോയില്ല. കാരണം റാഹേലമ്മയുടെ ബാക്കി 3 മക്കളും ചെകുത്താനുള്ളതായിരുന്നു. ചെകുത്താൻ മാസങ്ങളോളം കൂടെ നിന്ന് റാഹേലമ്മയുടെ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കുട്ടികളിൽ മൂത്തവൻ പേടിച്ച് കരയാൻ തുടങ്ങി. ചെകുത്താൻ അവനെ കൊന്നു തിന്നു. അധികം വൈകാതെ 2ാമത്തെ കുഞ്ഞിനെ, 3ാമത്തവൻ തീരെ ചെറുതായിരുന്നു. ചെകുത്താൻ അവനെ പേടിപ്പിച്ചെടുക്കാൻ വർഷങ്ങളെടുക്കുമെന്ന് മനസ്സിലാക്കിയ റാഹേലമ്മ ചെകുത്താൻ അറിയാതെ
ഒരു ദിവസം ആ കുഞ്ഞിനെ ആർക്കോ കൈമാറി. ഇതറിഞ്ഞ് ചെകുത്താന് ഭ്രാന്താൻ. ദേഷ്യം വന്ന ചെകുത്താൻ റാഹേലമ്മയെ വിട്ടുപോകാതെ നാട്ടിലുള്ള ഓരോരുത്തരെയും കൊന്നു തിന്നാൻ തുടങ്ങി. ചെകുത്താൻ ഇപ്പോഴും ആ കുഞ്ഞിനെ തേടിക്കൊണ്ടിരിക്കുക. എന്തിനാ റോണി പേടിക്കുന്നേ? ഇരുട്ടായതുകൊണ്ടാണോ? എനിക്ക് വിശക്കുന്നു റോണി. നേരത്തെ ഞാൻ കള്ളം പറഞ്ഞതാ. ഞാനൊന്നും കഴിച്ചില്ല. വല്ലപ്പോഴേ ഞാൻ തിന്നാറുള്ളൂ. അതും രാത്രി 12 മണി കഴിഞ്ഞ്. നമുക്കൊരു ഗ്ലാസ് വൈൻ കുടിച്ചാലോ ഗ്രാനി? എൻ്റെ കയ്യിലുണ്ട്. വേണ്ട, ഞാൻ പോവാറായില്ലേ. നമുക്കിനി എന്നാ ഇങ്ങനെ ഇരിക്കാൻ പറ്റാ? എൻ്റെ ഒരു സന്തോഷത്തിന്. ശരി. ഗ്രാനി കുടിക്കാറുണ്ടോ? ഇല്ല, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വരുമ്പോ മാത്രം. റോണിക്ക് എന്റെ കഥ ഇഷ്ടപ്പെട്ടോ? ആ, ഇതെവിടെ വായിച്ചതാ? അതൊക്കെ നമ്മളിങ്ങനെ കേട്ടു വരുന്നതല്ലേ. എനിക്കറിയാം നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെ കരുതുന്നേ. യാത്ര കുറച്ചിലൊക്കെ പിന്നെ ആവും ഗ്രാനി. ഇനിയും സമയമുണ്ടല്ലോ. വൈൻ കുടിക്കുക ഗ്രാനി. ഓ, വീര്യം കൂടുതലാണല്ലോ. നീ ഇതിലെന്താ ചേർത്തേ? ഇത് നാട്ടിലെയാ, ഇത്തിരി സ്ട്രോങ്. ഉണ്ടായിരുന്നു. നീ പോന്ന കാര്യം എന്നോട് പറഞ്ഞില്ല.
ഹലോ. പോളേട്ടാ, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. എന്ത് പറ്റി? എനിക്കറിയില്ല പോളേട്ടാ, എനിക്ക് പേടിയാണ്. ശരി ശരി, നീ പുറത്തോട്ട് ഇറങ്ങിക്ക്. ഞാൻ 1 മണിക്കൂറിൽ കാറും കൊണ്ടുവരാം. പറ്റത്തില്ല പോളേട്ടാ, ഇവർ ഫ്രണ്ട് ഡോറും ഗേറ്റും ഒക്കെ പൂട്ടിയിട്ടിരിക്കുക. ഇത് ചാവിയൊക്കെ എവിടെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നീ ഇങ്ങനെ പേടിക്കല്ലേ. നീ ഒരു കാര്യം ചെയ്യും, ബാക്കിലെ ഗേറ്റ് തുറന്ന് ഇത്ര നടന്നാല് ഒരു റബ്ബർ തോട്ടം കാണാം. അവിടെ പട്ടിയും കുറുക്കാനൊക്കെ ഉള്ളതാ. പക്ഷെ നേരെ നടന്ന ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. നീ അതിനകത്ത് കയറിയിരുന്നു. ഞാൻ 2-3 നാളെയും കൂട്ടി വരാം. ഉറപ്പല്ലേ പോളേട്ടാ? ഞാൻ വരുന്നവരെ നിനക്ക് ആ വീട്ടിനകത്ത് തന്നെ നിൽക്കാൻ പറ്റൂ. റോണി മോനെ, ഇവരെന്നെ കൊല്ലും പോളേട്ടാ. ഇല്ലടാ, നീ പേടിക്കല്ലേ. നീ ഔട്ട് ഹൗസ് ഇറങ്ങിക്കോ. ഞാനേ 1 മണിക്കൂറിലെത്താം. വരണ പോളേട്ടാ. ആരാടാ? ശരി.
Ah!